നിസാർക്ക് ശരിക്കും മാമുക്കോയുടെ ഒരു ഷെയ്ഡ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുകയാണ്. അത് നിസാർക്ക് ശരിക്കും അങ്ങനെ തന്നെയാണോ? സാധാരണ സംസാരിക്കുമ്പോഴും അങ്ങനെ തന്നെയാണോ? മൊത്തം കുമ്പളം മുളയ്ക്കോ? പഴയ മലയാള സിനിമകളിലൊക്കെ മെയിൻ ലൊക്കേഷൻ ആയിരുന്നില്ല, അവിടെ തന്നെയാണല്ലോ നമ്മൾ കുറെ കാലങ്ങൾക്ക് ശേഷമല്ലേ ഇങ്ങനെ ഒരു ലൊക്കേഷൻ? ചെറുതുരുത്തി ഭാഗത്തൊക്കെ തന്നെയാണ്, അവിടെ പടർത്തതാ മുമ്പ്. സിനിമകളുടെ ഒരു ഏരിയ അല്ലേ? ശരിക്കും ഈറ്റില്ലായിരുന്നു. കാരണം ഒരുപാട് സിനിമകൾ നമ്മളുടെ സല്ലാപം എന്നല്ല, പണ്ട് മുതലേ അമ്മിണിയമ്മ മുതൽ തുടങ്ങിയിട്ടുള്ളതാണ് അവിടെ പൈങ്കുളത്തിൻ്റെ. ആ പൈങ്കുളത്ത് തന്നെയാണ് എൻ്റെ നാടും പൈങ്കുളമാണ്. ആ ഏരിയ മൊത്തം അറിയാം. അപ്പോൾ ആ ലൊക്കേഷൻ കണ്ടിട്ട് തന്നെയാണ് നമ്മൾ സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഇതാണ് എൻ്റെ സ്ക്രിപ്റ്റിൽ. നമ്മുടെ ഈ ടീമുണ്ട്, ഇതിൽ കുറേ സുരേന്ദ്രൻ, കൃഷ്ണനുണ്ണി, ഇവരെല്ലാവരും ഒക്കെ കൂടിയിട്ടാണ് അതിൻ്റെ നമ്മൾ ഫുൾ കട്ടയ്ക്ക് സ്ക്രിപ്റ്റൊക്കെ അങ്ങനത്തെ ഒരു ഇതിലാണ്. പിന്നെ ഇതിൽ ഇതിൻ്റെ വേറൊരു പ്രത്യേകത, കാസർഗോഡ് ടു തിരുവനന്തപുരം അവരവരുടെ ഭാഷയാണ് ഇതിൽ കൈകാര്യം ചെയ്തിരിക്കുന്നത്. കാസർഗോഡ് ഭാഷ, കൊല്ലംകാരൻ അപ്പുറത്തുള്ള ഓരോരുത്തരും അതാത് ഭാഷകളാണ് കൈകാര്യം ചെയ്തത്. തിരുവനന്തപുരത്തുള്ള ആൾ തിരുവനന്തപുരം സ്ലാങ്ങാണ്. അത് സബ്ജക്റ്റാണ്, അത് നമ്മളിങ്ങനെ പോകുന്നില്ല. നിസാർക്ക് ശരിക്കും മാമുക്കോയുടെ ഒരു ഷെയ്ഡ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുകയാണ്. അത് നിസാർക്ക് ശരിക്കും അങ്ങനെ തന്നെയാണോ? സാധാരണ സംസാരിക്കുമ്പോഴും അങ്ങനെ തന്നെയാണോ? മൊത്തം കുമ്പളം മുളയ്ക്കോ? അല്ല, അത് ഉപ്പയുടെ ഒരു സ്റ്റൈല് കിട്ടാൻ വേണ്ടി അഡീഷണൽ ഒറിജിനൽ എന്തിനാ അഡീഷണൽ ഇടുന്നത്? അതന്നെ ഒറിജിനൽ ശബ്ദം, ശബ്ദമൊക്കെ നല്ല സ്വഭാവ. ഒരൽമൊന്നുമില്ല. നമ്പൂതിരി കഥാപാത്രം കൊടുത്താലും അല്ല, അന്ന് ഇപ്പൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഒരുപാട് ഹിന്ദുവായിട്ടും പല ജാതി അഭിനയിച്ചു. അപ്പോഴൊക്കെ മാമുക്ക തന്നെ അതാണ് വിജയം. അതാണ് മാമുക്കയുടെ വിജയം. പിന്നെ അങ്ങനെ ഈ സിനിമ അരിയേട്ടം വിളിച്ചവിടുന്ന പരിപാടിയൊക്കെ അങ്ങനെ സിനിമയിൽ അഭിനയിച്ചപ്പോൾ സിനിമനോട് ഇഷ്ടം തോന്നി. അപ്പൊ ഇനിയിപ്പോ സിനിമ അഭിനയിക്കാൻ വേർപ്പിന്റെ അസുഖം ഉണ്ടാവുകൊണ്ടാണ്. അതുണ്ട്. എനിക്ക് വേറൊന്നുമല്ല. അതെന്താ പ്രശ്നം എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര മടിയാ. ഏറ്റവും ഇഷ്ടം മടിച്ചിരിക്കല. നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഏറ്റവും ഇഷ്ടം രാവിലെ കഴിഞ്ഞാൽ പിന്നെ സിനിമ കണ്ടിരിക്കുക, ചായ നുറുക്ക്, ചായ അപ്പം പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുക. സിനിമ ഏറ്റവും ബെസ്റ്റ് പരിപാടിയാ. അപ്പൊ സിനിമ ആകുമ്പോൾ 10 ദിവസം മണിക്ക് പോയാൽ 2 മാസത്തേക്കുള്ള പൈസ ഇട്ടു. ഇഷ്ടംപോലെ കിടന്ന് റെസ്റ്റ് എടുക്കുക. അങ്ങനെയാണ് സിനിമ കണ്ടെടുത്തത്. പിന്നെ അഭിനയിച്ചു വന്നപ്പോ പിന്നെ ഒരിഷ്ടം തോന്നി, ഒരു രസമൊക്കെ തോന്നി. ഇനിയിപ്പോ ഈ രസം പിടിച്ച് അങ്ങനെ പോവാല്ലേ? ആ മലയാള സിനിമന്റെ സജീവ 2 കൊല്ലം കൊണ്ട് വലിയ നടനാവും കേരളത്തിലെ. ആവും. ഇത് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു 3 മാസം കൊണ്ട് എന്റെ കാര്യത്തിൽ തീരുമാനമാവും. പിന്നെ അതിനുള്ള സെറ്റപ്പൊക്കെ ഒരു 2 കൊല്ലം കൊണ്ട് ആളറിയണ നടനാവും. അങ്ങനെയുള്ളൊരു പരിപാടിയാ.